ശ്രീനഗറിൽ നിന്നും ഏകദേശം 136 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ധാമമാണ് അമർനാഥ്. സമുദ്രനിരപ്പിൽ നിന്നും 13,000 അടി ഉയരം. അമർനാഥ് ഗുഹയിലെ ശിവലിംഗം മഞ്ഞുകൊണ്ട് രൂപപ്പെടുന്നതാണ്. 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. വെളുത്തപക്ഷത്തിന്റെ തുടക്കത്തിൽ വളരാൻ തുടങ്ങുന്ന ശിവലിംഗം പൗർണമി ആവുമ്പോഴേക്കും പൂർണ്ണത പ്രാപിക്കുന്നു. അതുപോലെ കറുത്ത പക്ഷാരംഭം മുതൽ മഞ്ഞുരുകി അമാവാസി എത്തുമ്പോഴേക്ക് രൂപം ചെറുതായി മാറും. ഈ പ്രക്രിയ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗുഹാക്ഷേത്രത്തിന് 150 അടി ഉയരവും 90 അടി വീതിയുമുണ്ട്. തെക്കു ദിശയിലേക്കാണ് ഗുഹാമുഖം എന്നതിനാൽ സൂര്യരശ്മി പതിക്കുന്നില്ല. ഗുഹയിൽ പലയിടത്തും ചോർച്ചയുണ്ട്. 2 പ്രാവുകളുടെ സാന്നിധ്യം ആണ് ഇവിടുത്തെ മറ്റൊരത്ഭുതം. കാലങ്ങളായി ഭക്തർക്ക് കാഴ്ചയൊരുക്കുന്ന ആ പ്രാവുകൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നതാണ് വിചിത്രം. പ്രാവുകളെ ദർശിക്കാൻ കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം സഫലമായതായി ഭക്തർ കരുതുന്നു. എല്ലാവർക്കും ആ ദർശനഭാഗ്യം സിദ്ധിച്ചെന്ന് വരില്ല. ശിവനും പാർവതിയും പ്രാവിന്റെ രൂപത്തിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. ഗുഹയിൽ നിന്നെടുക്കുന്ന ഒരുതരം വെളുത്ത പൊടിയാണ് വിഭൂതിയായി ഭക്തർക്ക് നൽകുന്നത്. അത് കൊടുക്കാനുള്ള അവകാശമാവട്ടെ മുസ്ലിങ്ങൾക്കാണ് എന്നത് ശ്രദ്ധേയമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ മലനിരകളിൽ ആടുമേച്ചിരുന്ന ഒരു മുസ്ലിം യുവാവാണ് ഈ ഗുഹാക്ഷേത്രം കണ്ടെത്തിയത് അത്രേ. ഗുഹയുടെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി അമരഗംഗ എന്ന നദി ഒഴുകുന്നു. ഇവിടെ സ്നാനം ചെയ്ത ശേഷമാണ് ഭക്തർ ക്ഷേത്ര ദർശനം നടത്തുന്നത്. 1 മാസക്കാലമേ ഇവിടെ ക്ഷേത്ര ദർശനം അനുവദിക്കുന്നുള്ളൂ. ഭീകരാക്രമണം കാരണം ക്ഷേത്രം പൂർണ്ണമായും സൈന്യത്തിന്റെ അധീനതയിലാണ്. പഞ്ചകൈലാസങ്ങളിലേക്കുള്ള യാത്രയിൽ ശിവനും പാർവതിയും ഈ ഗുഹയിൽ താമസിക്കാറുണ്ടായിരുന്നത്രേ. ഒരു ദിവസം ഗുഹയിൽ വിശ്രമിക്കവേ പാർവതിയുടെ ആവശ്യപ്രകാരം പ്രപഞ്ചരചനയുടെ രഹസ്യം പരമശിവൻ ഉപദേശിക്കുകയായിരുന്നു. അത് കേട്ടുകിടന്ന് ദേവി ക്രമേണ ഉറക്കത്തിലേക്ക് വഴുതി. മൂളിക്കേൾക്കാൻ ദേവിക്ക് കഴിയില്ലെന്ന് മനസ്സിലാക്കിയ പ്രാവുകൾ ദേവിയുടെ ശബ്ദദൗത്യം ഏറ്റെടുത്തു. പ്രപഞ്ചരചനയുടെ ഉപദേശം ശ്രവിച്ച പ്രാവുകൾക്കും അങ്ങനെ അനുഗ്രഹം ലഭിച്ചതിനാൽ ഇന്നും അവ ആ ഗുഹയിൽ അമരരായി വസിക്കുന്നുവെന്നും ഒരു കഥ പ്രചാരത്തിലുണ്ട്.